ലിക്കറി കുളിക്കുക, ഭാഗ്യക്കുറി തൊടുക, മയക്കുമരുന്ന് അടിക്കുക. പണ്ടൊരുത്തൻ അടിക്കാൻ പോയിട്ട് ബാറിൽ സ്ഥിരം അടിക്കുന്ന ആള് ഈ ടച്ചിങ്സ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചുമരുമ്പ തേക്കത്ര. അപ്പൊ വേറൊരുത്തം വന്നത് ഇങ്ങനെ നോക്കി അവ അടിച്ചിട്ട് എന്ത് ചോദിച്ചാൽ ഈ അച്ചാർ എടുത്തില്ല, ചുമരുമ്പ് ആവുമ്പോ വെച്ചു, ചുമരുമ്പ് എടുത്ത് ആവുമ്പോ വെച്ചു. അടി കൂടിയാൽ അടി കൂടും, അടി കൂടിയാൽ ഇടി കൂടും, അടി കൂടിയാൽ അടി കൂടും, അടി കൂടിയാൽ പൊടി കൂടും, അടി കൂടിയാൽ തവിട് കൂടും, തവിട് പൊടി ആവും. Kerala is now behind bars. Kerala is now behind bars. കേരള മൊത്തം ജയിലിലേക്കാണ്. ബാറിന്റെ പിന്നാലെ പോണ കേരളം എങ്ങനെയാ ജയിലിലാവുക? രണ്ടടിച്ചിട്ട് തൊട്ട് നിൽക്കുക. അതെ, തൊട്ട് നിൽക്കുക എങ്ങനെയാ? ടച്ചിങ്സ് വേണ്ടേ? പണ്ടൊരുത്തൻ അടിക്കാൻ പോയിട്ട് ബാറിൽ സ്ഥിരം അടിക്കുന്ന ആള് ഈ ടച്ചിങ്സ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചുമരുമ്പ തേക്കത്ര. ലേശം അടിച്ചു, ബാക്കി ചുമരുമ്പ തേച്ചു. ലേശം അടിച്ചു. ചിലർ ഈ ചന്ദനം തൊട്ട് ചുമരുമ്പ തേക്കും അമ്പലത്തിന്റെ. അതുപോലെ അച്ചാറ് തൊട്ടു ചുമരുമ്പ തേച്ചു. അങ്ങനെ ചുമരുമ്പ മുറിച്ചാത്ത അച്ചാറായി, അത് ഉണങ്ങിയിരിക്കുക അച്ചാറിന്റെ പൊടി. അപ്പൊ വേറൊരുത്തം വന്നത് ഇങ്ങനെ നോക്കി അവ അടിച്ചിട്ട് എന്ത് ചോദിച്ചാൽ ഈ അച്ചാർ എടുത്തില്ല, ചുമരുമ്പ് ആവുമ്പോ വെച്ചു, ചുമരുമ്പ് എടുത്ത് ആവുമ്പോ വെച്ചു. അതെ, അടിച്ചു പോയവൻ അച്ചാറ് തൊട്ട് ചുമരുമ്പ തേച്ചു. വേറൊരുത്തൻ ആ ചുമരുമ്പ അച്ചാർ എടുത്ത് നോക്കി, അവനാ ടച്ചിങ്സ് മതി. അങ്ങനെ വാൾ ടച്ച് ദ വാൾ എന്ന് അത്ര പറയാ. ടച്ച് ദ വാൾ, ചുമര് തൊടുക. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് തലയ്ക്ക് വെളിവില്ലാണ്ടാവുമ്പോ എന്താവും? അടി കൂടും. അടി കൂടിയാൽ അടി കൂടും, അടി കൂടിയാൽ അടി കൂടും, അടി കൂടിയാൽ ഇടി കൂടും, അടി കൂടിയാൽ അടി കൂടും, അടി കൂടിയാൽ പൊടി കൂടും, അടി കൂടിയാൽ തവിട് കൂടും, തവിട് പൊടി ആവും. അങ്ങനെ തവിട് പൊടിയായി തല്ലും മഴക്കും പിടി ഉണ്ടാക്കുമ്പോ ജയിലിലേക്ക് പോവും. കേരള ഈസ് ബിഹൈൻഡ് ബാഴ്സ്. കേരള ഈസ് ബിഹൈൻഡ് ബാഴ്സ്. അതെ, കേരള ഈസ് ബിഹൈൻഡ് ബാഴ്സ് എന്നാണല്ലോ. കേരളം പോയി ഇല്ല, മൊത്തം ബാറിന്റെ പിന്നാലെ പോയി, ബാറിന്റെ പിന്നാലെ പോയി, ബാറിന്റെ 1-ാം തീയതി ഡ്രൈ ഡേ ആക്കണോ? 1-ാം തീയതി ഡ്രൈ ഡേ ആക്കാതിരിക്കാൻ വേണ്ടി ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുക്കണമെന്ന് സംഗതി എടുക്കില്ല. അതെ, അങ്ങനെ കേരളത്തിന്റെ ഇക്കോണമി എന്താണ്? ലിക്കർ ഇക്കോണമി. ലിക്കർ ഇക്കോണമി എന്നാണ്. ലിക്കർ ഇക്കോണമിയാണ് കേരളത്തിന്റെ. ലിക്കർ സമ്പദ് വ്യവസ്ഥ, മദ്യസമ്പദ് വ്യവസ്ഥ. മദ്യസമ്പദ് അടിച്ചാലേ കാശുള്ളൂ. അപ്പൊ റോഡ് പണിയണമെങ്കിൽ, റോഡ് കൊളാക്കണമെങ്കിൽ, കുളം കുത്തണമെങ്കിൽ, കേരളം മൊത്തം കുളം കുത്തണമെങ്കിൽ എന്താവണം? അടി കൂടണം. അടി കൂടിയാൽ അടി കൂടും. അടിച്ചു പൊളിക്കുക. ചില സിനിമയൊക്കെ നടിച്ചു പൊളിക്കും. അഭിനയിച്ച് നടിച്ചടിച്ച് നടനം സഹിക്കാണ്ട് സിനിമ പൊളിയും. അപ്പോൾ അടിച്ചു പൊളിക്കലുണ്ട്, നടിച്ചു പൊളിക്കലുണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കണമെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ലിക്കർ സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ അവസ്ഥ ഇപ്പം എന്താണ്? ലിക്കറിൽ കുളിച്ച് ഭാഗ്യക്കുറി തൊട്ട് മയക്കുമരുന്ന് അടിച്ച് നിൽക്കുന്ന കേരളം. ലിക്കറിൽ കുളിച്ച് കുളിച്ചു കുറി തൊടുക. കുളിച്ചു ചെന്നകം പുക്കാൻ ചന്ദനം വേണം. കുളി കഴിഞ്ഞകം പുക്കാൻ ചന്ദനം വേണം. അതെ, ലിക്കറിൽ കുളിക്കുക, ഭാഗ്യക്കുറി തൊടുക, മയക്കുമരുന്ന് അടിക്കുക. ഇതല്ലേ ഇപ്പോഴത്തെ പരശുരാമക്ഷേത്രമല്ല, പരശുരാവണക്ഷേത്രം. ഇങ്ങനെയുള്ള ചില ദോഷങ്ങൾ, അത് കുറച്ച് കലഹലായ ദോഷങ്ങൾ തന്നെയാണ്, പറയാണ്ട് പറ്റില്ല. ആ ദോഷങ്ങളെ ക്രമത്തിൽ ഒതുക്കി കൊണ്ടുവന്നാൽ കേരളം എന്താണ്? ദൈവത്തിന്റെ മാത്രമല്ല, ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും അതുപോലെ തന്നെ സർവ്വ ആളുകളുടെയും സ്വന്തം നാടായി മാറും. അതിനാകെ വേണ്ടത് അമിത സുരാപാനം കുറച്ചാൽ മതി. അതെ, ഇത് കുറച്ചാൽ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. രണ്ടെണ്ണൊക്കെ അടിക്കുക. ഓണം, വിഷു, തിരുവാതിര ആഘോഷങ്ങൾ, ക്രിസ്തുമസ്, അതുപോലെ തന്നെ ഇതൊക്കെ പെരുന്നാളൊക്കെ രണ്ടെണ്ണൊക്കെ അടിക്കുക, അതിൽ കുഴപ്പമൊന്നുമില്ല. അതെ, പക്ഷെ ഈ രണ്ടെണ്ണം അടിക്കൽ 20 ആവുകയും 200 ആവുകയും 2000 ആവുകയും 20,000 ആവുകയും ചെയ്യുമ്പോഴാണ് കേരളം രാക്ഷസന്മാരുടെ സ്വന്തം നാടാവണേ. അതൊന്ന് കടിഞ്ഞാനിട്ട് പിടിച്ചാൽ ഇതെന്തന്നെയാ? ദൈവത്തിന്റെ സ്വന്തം നാടഞ്ഞ. കുഴി വഴി എന്നുള്ളതൊക്കെ കുഴി എന്നായി മാറി. 2 വർഷമാണ് കാലവർഷം, തുലാവർഷം. പുറമെ അടുത്ത കാലത്ത് ആയിട്ട് വല്ലാണ്ട് കയറി വരുന്നൊരു വർഷമുണ്ട്, അതാണ് അസഭ്യവർഷം. HI ഹാപ്പിനെസ് ഇൻഡെക്സ് ചുരുക്കി പറഞ്ഞ